ഗുഡ് മോർണിംഗ് എവരിബഡി. എജുബിൾസ് ലേണിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET UG പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പാർട്ടിൻ്റെ ഒരു 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ന് വരും വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. CUET UG പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോവിയറ്റ് ഇൻവെൻഷൻ ഓഫ് അഫ്ഗാനിസ്ഥാൻ, ഫോൾ ഓഫ് ബെർലിൻ വാൾ, ഡിസൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, റഷ്യൻ റെവല്യൂഷൻ, വാർസോ പാക്ട്. ഈ സംഭവങ്ങളിൽ ഏതാണ് ആദ്യം നടന്നത്, പിന്നീട് നടന്നത്, അങ്ങനെ ഓർഡർ ചെയ്യാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സിലബസ് 2 പാർട്ടായിട്ടാണുള്ളത്. ഒന്നാമത്തത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോനെ കുറിച്ചും രണ്ടാമത് വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ചുള്ള പാർട്ടാണ്. അപ്പോൾ വേൾഡ് പൊളിറ്റിക്സ് എന്ന് ചോദിച്ച ഒരു ചോദ്യമാണിത്. അപ്പം നമുക്കറിയാം ഇത് വ്യക്തമായിട്ട് ഈ സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നമുക്കറിയാം സോവിയറ്റ് ഇൻവെൻഷൻ ഓഫ് അഫ്ഗാനിസ്ഥാനൊക്കെ മുമ്പ് ആദ്യം നടന്ന റഷ്യൻ റവല്യൂഷനാണ്. പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. റഷ്യൻ റവല്യൂഷൻ ആദ്യം നടന്നത്. അപ്പം റഷ്യൻ റവല്യൂഷൻ ആദ്യമായിട്ട് വരുന്നത് 2 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ പിന്നെ റഷ്യൻ റവല്യൂഷന് ശേഷമാണ് വാർസോ ഉടമ്പടിയൊക്കെ വരുന്നത്. അപ്പം ഡിക്ക് ശേഷം വരുന്നത് ആകെ സെക്കൻഡ് ഓപ്ഷനാണ്. അപ്പം 2 ഉത്തരം നമുക്ക് അറിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് ആൻസർ നമുക്ക് കണ്ടെത്താനാവുന്നുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ സംഭവം എന്നുള്ളത് റഷ്യൻ റവല്യൂഷനാണ്. അത് 1917 ഇത് സംഭവിച്ചത്. പിന്നെ വേഴ്സോ ഉടമ്പടി 1955 മുതൽ 91 വരെയുള്ള ഒരു നീണ്ട കാലഘട്ടത്തിൽ 1955 ഇത് സംഭവിക്കുന്നത്. പിന്നെയാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറുന്നതൊക്കെ 1979 അത്. പിന്നെയാണ് ബെർലിൻ വാൾ സംഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഈ സംഭവങ്ങളുടെയൊക്കെ ഒരു ഡേറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിരവധി തവണ CUET ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കാറാണ്, അല്ലെങ്കിൽ ലിസ്റ്റ് എ ലിസ്റ്റ് ബി എന്ന് പറഞ്ഞുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് ആണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് വളരെയധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പില്ലർ ഓഫ് ദ ആസിയാൻ കമ്മ്യൂണിറ്റി? നമുക്കറിയാം അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് ആണ് ആസിയാൻ. അപ്പം അതിൻ്റെ കീഴിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ ഇതിൽപ്പെട്ടത് ഏതെന്നാണ് കമ്മ്യൂണിറ്റി അല്ലാത്തത് എന്നാണ്. അപ്പോൾ നമുക്ക് ആസിയാനെ കുറിച്ച് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പം ഓപ്ഷൻ എ സെക്യൂരിറ്റി കൗൺസിൽ, ഓപ്ഷൻ ബി എക്കണോമിക് കൗൺസിൽ, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ കൗൺസിൽ, ഓപ്ഷൻ ഡി സോഷ്യോ കൾച്ചറൽ കൗൺസിൽ. നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഏഷ്യൻ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി കൗൺസിലുണ്ട്, ഏഷ്യൻ എക്കണോമിക്സ് കൗൺസിലുണ്ട്, ഏഷ്യൻ സോഷ്യോ കൾച്ചറൽ കൗൺസിലുണ്ട്. ആകെ ഇല്ലാത്തത് പൊളിറ്റിക്കൽ കൗൺസിലാണ്. അപ്പം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം ആസിയാൻ കമ്മ്യൂണിറ്റികൾ ഏതൊക്കെയാണ്, എപ്പോഴാണ് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. 2009 APSC ഫോം ചെയ്തത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സും കീ ഫോക്കസ് ഏരിയ ഒക്കെ പൊളിറ്റിക്കൽ കോപ്പറേഷന്, റീജിയണൽ പീസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് അതിൻ്റെത് വരുന്നത്. അടുത്തത് ഏഷ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി 2015 അത് രൂപപ്പെട്ടു വരുന്നത്. ഏഷ്യൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റിയും 2015. ഈ ആസിയാൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മുടെ എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ട ഭാഗമാണ്. കാരണം ഇതിൽ നിന്ന് ഒരുപക്ഷേ ഏഷ്യൻ സമ്മിറ്റുകളാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ കീ ഫീച്ചേഴ്സ്, ഫാക്ട്സ്, ഇതൊക്കെ വ്യത്യസ്തമായ രീതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പം ഇത് എല്ലാവരും വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? താഴെ പറയുന്ന ഫാക്റ്റുകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലോബലൈസേഷൻ ഹാസ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ മാനിഫെസ്റ്റേഷൻ. ഗ്ലോബലൈസേഷന് പൊളിറ്റിക്കലായിട്ടും എക്കണോമിക് ആയിട്ടും, അതായത് സാമൂഹ്യവും രാഷ്ട്രീയവും
കൾച്ചറലായിട്ടുമുള്ള അതിൻ്റെയൊക്കെ മാനിഫെസ്റ്റേഷൻസിന് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. നമുക്കറിയാം അത് ശരിയാണ്. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, കൾച്ചറൽ ആസ്പെക്ട്സ് ഒക്കെ ഗ്ലോബലൈസേഷൻ ഉണ്ട്. രണ്ടാമത്തത്, ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്. ഗ്ലോബലൈസേഷൻ ഒരു രണ്ട് ആസ്പെക്റ്റ് ഉള്ള മൾട്ടി ഡയമെൻഷൻ രണ്ട് ആസ്പെക്ട്സ് ഉള്ള ഒരു കൺസെപ്റ്റ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ? നമുക്കറിയാം അത് ശരിയല്ല. കാരണം മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ. പിന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനോട് കൂടി തന്നെ നമുക്ക് മനസ്സിലായി ഈ രണ്ടാമത്തെ ഫാക്റ്റാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഫാക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും. മൂന്നാമത്തത് വായിച്ച് നോക്കാം. ഗ്ലോബലൈസേഷൻ ഡീൽസ് വിത്ത് ദ ഫ്ലോ ഓഫ് ഐഡിയാസ്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയങ്ങളുടെ ഒഴുക്കാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ആശയങ്ങളും ചരക്കുകളും എല്ലാത്തിൻ്റെയും ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിച്ചതാണ്. അടുത്തത്, ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ മേ ഓർ മേ നോട്ട് ഹാവ് ഓൾവേസ് ബി പോസിറ്റീവ്. ഗ്ലോബലൈസേഷൻ്റെ ഇമ്പാക്റ്റ് ചിലപ്പം പോസിറ്റീവ് ആവാം, ചിലപ്പം പോസിറ്റീവ് അല്ലാതിരിക്കാം. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ നമുക്കിതിൽ ആകെ തെറ്റായിട്ട് തോന്നുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം അതിൻ്റെ റൈറ്റ് ആൻസറും ഓപ്ഷൻ ബി തന്നെയാണ്. ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്. കാരണം ഗ്ലോബലൈസേഷൻ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് കമ്പാസിംഗ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്. ആസ് ഇറ്റ് കോർ ഗ്ലോബലൈസേഷൻ ഇൻവോൾവ്സ് വേരിയസ് ഫ്ലോസ്. അതായത് ഒരുപാട് ആശയങ്ങൾ സജസ് മൂവ്മെൻ്റ് ആണ്, ഐഡിയാസ് ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ്. ഇതിൻ്റെയൊക്കെ ഒരു ഫ്രീ ഫ്ലോനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഗ്ലോബലൈസേഷനെ കുറിച്ചും. ഇത് നമ്മൾ വേൾഡ് പൊളിറ്റിക്സിലുള്ള അവസാനത്തെ പാർട്ടാണിത്. നമ്മൾ സിലബസിൽ നോക്കുമ്പം രണ്ടാമത്തെ പാർട്ടിൽ അവസാനത്തെ ചാപ്റ്ററാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു പാർട്ട്. ആ പാർട്ടിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. അപ്പം ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു വ്യക്തിയെക്കുറിച്ചാണ്. EV രാമസ്വാമി നായ്ക്കർ, also popularly known as പെരിയാർ, is primarily known for his ideas on. നമുക്കറിയാം EVR അഥവാ പെരിയാർ എന്ന് പറയുന്ന അദ്ദേഹം പ്രഥമമായിട്ട് അറിയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഏത് പ്രവൃത്തി കാരണമാണ് എന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഓപ്ഷൻ എ, ആൻറ്റി കാസ്റ്റിസം ആൻഡ് ഡീ റിസ്കവറി ഓഫ് ദ്രാവിഡൻ ഐഡൻറ്റിറ്റി. സെക്കൻഡ് വൺ, വുമൺ സഫറേജ്, സ്ത്രീ വോട്ടവകാശം. ഒന്നാമത്തത് ജാതി വിരുദ്ധ മുന്നേറ്റങ്ങൾക്കും ദ്രാവിഡൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പുതിയൊരു ഉൽപ്പത്തിക്കും പുതിയൊരു അസ്തിത്വത്തിനും വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾക്കാണ് ഒന്നാമത്തെ ഓപ്ഷനായി തന്നത്. രണ്ടാമത്തത് സ്ത്രീ വോട്ടവകാശമാണ്. മൂന്നാമത്തത് സപ്പോർട്ട് ഫോർ ഏൻഷ്യൻ്റ് ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് ലൈക്ക് സംസ്കൃതം പോലെയുള്ള ഇന്ത്യൻ ലാംഗ്വേജുകൾക്കുള്ള അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ, സപ്പോർട്ട് ഫോർ റിലീജിയസ് മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യയിലുള്ള മതന്യൂനപക്ഷങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്. ഇതിലേത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രഥമമായിട്ട് അറിയപ്പെട്ടത് എന്നാണ് ചോദ്യം. നമുക്കറിയാം EVRനെ കുറിച്ച് നമുക്ക് കേൾക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജാതി വിരുദ്ധ സമരങ്ങൾക്കും ദ്രാവിഡൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. അദ്ദേഹം സ്ത്രീയും ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജുകൾക്കൊക്കെ വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പ്രഥമമായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി. നമുക്ക് EVRനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം ഓരോ വ്യക്തികളെയും നമ്മുടെ സിലബസിലുള്ള ഫസ്റ്റ് പാർട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വരെയുള്ള പൊളിറ്റിക്കൽ സിനാരിയോനെ കുറിച്ച് പറയുന്ന ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു ഭാഗത്തിനാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അതിലുള്ള പ്രശസ്തമാക്കപ്പെട്ട വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നമുക്ക് എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആവും. EVRനെ കുറിച്ച് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് എറോഡ് വെങ്കട്ടപ്പ രാമസ്വാമി എന്നാണ്. അദ്ദേഹം പെരിയാർ എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം 1879 സെപ്റ്റംബർ 70 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 1973 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെട്ടത്. തമിഴ്നാടാണ് അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സെൽഫ് റെസ്പെക്ട് മൂവ്മെൻറ്റ് അദ്ദേഹം ഫൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. 1925 നമുക്കറിയാം. പിന്നീട് അദ്ദേഹം ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് ലീഡറാണ്. അദ്ദേഹം ദ്രാവിഡൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെയധികം, അതായത് ജാതി വിരുദ്ധ സമരങ്ങൾക്കൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മുന്നേറ്റങ്ങൾക്കാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അപ്പം പിന്നീട് അദ്ദേഹത്തെ ഒരു സോഷ്യൽ റിഫോമറായിട്ടും
സ്ത്രീകളുടെ അവകാശങ്ങൾക്കുള്ള സ്ത്രീകളുടെ വോട്ടവകാശത്തിനും വിധവകളുടെ പുനർവിവാഹത്തിനും വേണ്ടിയിട്ടുള്ള അദ്ദേഹം ധാരാളം പ്രയത്നിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ ദ്രാവിഡ കായികം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി അദ്ദേഹം ഉണ്ടാക്കി. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കൂടുതൽ ഇന്ത്യൻ ചരിത്രത്തിൽ പ്രശസ്തമാകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള പഠനങ്ങളും നമ്മുടെ CUET എക്സാമിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ സിൻഡിക്കേറ്റ്സ് റെഫേഴ്സ് ടു. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊക്കെ ന്യൂസുകളിൽ വളരെയധികം വിപുലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സിൻഡിക്കേറ്റ്. ഇതെന്താണ് അർത്ഥമാക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ, ആൻ എലക്റ്റഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പാർട്ടി. ഒരു പാർട്ടിയുടെ എലക്റ്റഡ് റെപ്രസെൻറ്റേഷൻ ആണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത്, എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് വിത്തിൻ ദ കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയിലുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വളരെ ശക്തിമാന്മാരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സിനാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ, പാർട്ടീസ് വിത്ത് ഡിഫറെൻറ്റ് ഐഡിയോളജീസ്. വ്യത്യസ്ത ആശയങ്ങളുള്ള പാർട്ടികൾക്കാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് വേരിയസ് സ്റ്റേറ്റ്സ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർക്കാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം, സിൻഡിക്കേറ്റ് എന്ന പദം പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് കോൺഗ്രസ് ബന്ധപ്പെട്ടിട്ടാണ്. കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗം എന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് കോൺഗ്രസ് ലീഡേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ആയിട്ടാണത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ദ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ആൻസർ ബി. കാരണം ദ സിൻഡിക്കേറ്റ് റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് വിത്തിൻ ദ കോൺഗ്രസ്. It was led by K. Kamaraj, former Chief Minister of Tamil Nadu and the President of the Congress Party. കെ കാമരാജ് ആണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഇതാദ്യമായിട്ട് ലീഡ് ചെയ്തത്. അതിൽ SK പാട്ടീലുണ്ട്, പിന്നെ ഒരുപാട് ആൾക്കാർ, അവരുടെയൊക്കെ പേര് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സിൻഡിക്കേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ 3 പേരുകളും നമുക്കധികം പ്രത്യേകമാണ്. ഈ 3 പേരുകളും SK പാട്ടീൽ, അതുപോലെ തന്നെ സഞ്ജീവ റെഡ്ഡി, ഇവരുടെയൊക്കെ പേരുകൾ നമുക്ക് സിൻഡിക്കേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദ കൺസെപ്റ്റ് ഓഫ് ഫസ്റ്റ് ഫാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ആസ് എ ഫോം ഓഫ് ഇലക്ടോറൽ സിസ്റ്റം അഡോപ്റ്റഡ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇലക്ഷന് വേണ്ടിയിട്ട് FPTP സിസ്റ്റം ആദ്യമായിട്ട് ഏത് വർഷത്തിലാണ് തിരഞ്ഞെടുത്തത്, ഈ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ഈ ചോദ്യം വരുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പം ഇലക്ഷൻ സിസ്റ്റത്തിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റമാണ്. ഏറ്റവും കൂടുതൽ മെജോറിറ്റിയുള്ള പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭരണകക്ഷിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ സംവിധാനം ഇന്ത്യയിൽ ഏത് വർഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടതാണെന്ന് ചോദ്യം. ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്ററിയിലായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് പാർട്ടിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം, സിമ്പിളായിട്ട് പറയാം, ഇത് ഇന്ത്യൻ ഗവൺമെൻറ് രൂപപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ചില ആക്ടുകളുടെ തുടർന്ന് വന്നതാണ് ഈ ഒരു പരിഷ്കാരം. നമുക്കറിയാം, 1919 ഗവൺമെൻറ് ആക്ട് ഉണ്ട്, 1935 ഗവൺമെൻറ് ആക്ട്, 1940, 1951. ഈ 4 ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഏതെങ്കിലും നമുക്കറിയാം, ഈ 2 ആക്ടോടനുസരിച്ചാണ് ഈ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പം ഒന്നെങ്കിൽ ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയാം, ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. ഈ 2 ആക്ടുകളായിരുന്നു ഒരു ഇന്ത്യൻ ഗവൺമെൻറ് രൂപപ്പെടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. 1937 ആദ്യമായിട്ട് ഈ സിസ്റ്റം യൂസ് ചെയ്തത്. അതായത് പ്രൊവിൻഷ്യൽ ഇലക്ഷൻസിനാണ് FPTP സിസ്റ്റം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ ഈ സാധനങ്ങൾ, ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റം, FPTP, അതുപോലെ തന്നെ പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം, ഈ 2 സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കും. എന്തായാലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെയധികം ചോദിക്കാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇത്, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സിസ്റ്റങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കുറിച്ചൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇത് വേൾഡ് പൊളിറ്റിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്. ഹു ഹെൽഡ് ദ എമർജൻസ് ഓഫ് ന്യൂ വേൾഡ് ഓർഡർ? നമുക്കറിയാം, അമേരിക്കയുടെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ഈ വേൾഡ് ഓർഡർ ആരുടെ കാലഘട്ടത്തിലാണ് അവർക്ക് ലഭ്യമായത് എന്നാണ് ഈ ചോദ്യം വരുന്നത്. നമുക്കറിയാം, അവരുടെ പ്രസിഡന്റുമാരുടെ ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ജോർജ് ബുഷ്, ബിൽ ക്ലിൻ്റൺ, ഡൊണാൾഡ് ട്രംപ്, ജിമ്മി കാർട്ടർ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൽ ആൻസർ ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് തെറ്റായ ഉത്തരങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ളത്. കാരണം അദ്ദേഹം ഈ അടുത്തായിട്ടാണ് പ്രസിഡന്റ് ആയത്.
പിന്നെയുള്ള 3 ഓപ്ഷൻസിൽ ആരാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ബിൽ ക്ലിൻ്റണും ശേഷം വന്ന ആളാണ്, അപ്പോൾ നമുക്ക് അദ്ദേഹത്തെയും വെട്ടാം. ജോർജ് ബുഷ് ആണോ ജിമ്മി ക്യാൻസർ ആണോ എന്നുള്ളതാണ് ജിമ്മി കാനർ ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ജോർജ് ബുഷ് ആണ് ഇത് റൈറ്റ് ആൻസർ. കാരണം നമുക്കറിയാം US പ്രസിഡന്റ് ജോർജ് ബുഷ് അദ്ദേഹമാണ് ഈ ന്യൂ വേൾഡ് ഓർഡറിൻ്റെ കാലഘട്ടത്തിലായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഇത് വളരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അമേരിക്കയുടെയും ഈ പോസ്റ്റ് കോൾഡ് വാർ എരയിലൊക്കെയുള്ള ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് ആ ഏരിയയിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ്. അടുത്തത്, ദ ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് നാം വാസ് ഹെൽഡ് ഇൻ. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ഇതിൻ്റെ ആദ്യത്തെ സമ്മിറ്റ് എവിടെ വെച്ചാണ് നടന്നത്, എന്നാണ് നടന്നത്? 2 ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഒന്ന് മാത്രം പഠിച്ചാൽ പോരാ, എവിടെ വെച്ചാന്നും പോരാ, എന്നാണ് നടന്നതെന്ന് കൂടി പഠിക്കണം. ഈ നാം വളരെയധികം എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നാമിൻ്റെ സമ്മിറ്റുകൾ എവിടെ വെച്ചാണ് നടന്നത്, ആരാണ് അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്, ഈ സാധനം നമുക്ക് നിർബന്ധമായിട്ട് എക്സാമിന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നാം ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആണ് നാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാം നാമിൻ്റെ സമ്മിറ്റുകളെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ സിമ്പിളായി ഇത് ആൻസർ ചെയ്യാം. നാമിൻ്റെ ഫസ്റ്റ് സമ്മിറ്റ് 1961 യുഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ് ആദ്യമായിട്ട് നടന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബെൽഗ്രേഡ് ഇൻ സെപ്റ്റംബർ 1961. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് 1964 ഈജിപ്തിലെ കൈറോയിലാണ്. അങ്ങനെ ഓരോന്ന്. തേർഡ്, ഇപ്പോൾ നിങ്ങൾ ഈ ഓരോ സമ്മിറ്റുകളും, ഫോർത്ത് വരുന്നത് 1973 അൾജീരിയയിലാണ്, ഫിഫ്ത്ത് ശ്രീലങ്കയിലാണ്, സിക്സ്ത് ക്യൂബയിലാണ്, അങ്ങനെ സെവൻത്ത് ഏറ്റവും ലാസ്റ്റ് 19ാമത് നടന്നത് ഉഗാണ്ടയിലെ കമ്പാലയിലാണ്. അപ്പം ഈ കാര്യങ്ങൾ ഇപ്പം നമ്മൾ നാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ചിലപ്പോൾ അതായിരിക്കും CUT ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ആ ആൻസർ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നും നമുക്ക് പരിശോധിക്കാനാണ്. ഓപ്ഷൻ എ കൊടുത്തത്, ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1994. 1994 ഇത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. ഓൾ ഡിസിഷൻ ആർ ടേക്കൺ ബൈ ദ 5 ഡൊമിനൻ്റ് എക്കണോമിക്സ് ഇൻ ദ വേൾഡ്. ഇതിൻ്റെ എല്ലാ തീരുമാനങ്ങളും വേൾഡിലുള്ള 5 ഡൊമിനൻ്റ് രാജ്യങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്നുള്ളത്, ഇതാണ് നാഷണലുമായിട്ടുള്ള ട്രേഡിൻ്റെ എല്ലാ നിയമങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ ഒരു ചോദ്യം വരുന്നത്, ഇത് GAATA സക്സീഡ് ചെയ്ത് വന്ന ഒരു ഓർഗനൈസേഷനാണ് എന്നുള്ളതാണ്. നമുക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് പറയുമ്പം നമ്മുടെ സിലബസിലുള്ള സെക്കൻഡ് പാർട്ട്, അതായത് വേൾഡ് പൊളിറ്റിക്സിൽ പറയുമ്പം അതിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് WTO. WTOനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരാൾ പഠിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് 1995 1995 അത് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ നോക്കുമ്പം ഒരിക്കലും ഒരു 5 ഡൊമിനൻ്റ് നാഷൻസിന് എന്തായാലും WTOയുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. കാരണം അത് എല്ലാ രാജ്യങ്ങളും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പം അതും തെറ്റാണ് നമുക്കറിയാം. നാഷണൽ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ നിയമങ്ങളെല്ലാം WTO ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ട്രേഡ്, നാഷണൽ ട്രേഡ് ഒരിക്കലും WTOക്ക് നിയന്ത്രിക്കാനാവില്ല. ഇൻ്റർനാഷണൽ ട്രേഡ് നിയന്ത്രിക്കാനാവുമെങ്കിൽ പോലും. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ് സക്സീഡ് ഇൻ ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്. ഗാർട്ടിനെ സക്സീഡ് ചെയ്തിട്ടാണ് WTO ഉണ്ടായത്. നമുക്കറിയാം WTO ആദ്യമായിട്ട് 1995 അത് ഫോം ആകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള WTOൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമുക്ക് അടുത്തായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് UN കുറിച്ചുള്ളൊരു ചോദ്യമാണ്. വീറ്റോ പവർ ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബഡ് ആസ്. വീറ്റോ പവർ നമുക്കറിയാം UN അംഗങ്ങൾ കൊടുക്കുന്ന ഒരു പ്രത്യേക പവറാണ് വീറ്റോ പവർ. ഇത് എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ്. ഓപ്ഷൻ എ സ്പെഷ്യൽ പവർ എൻജോയ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഉള്ള ഒരു സ്പെഷ്യൽ പവറാണ് വീറ്റോ പവർ എന്നാണ് അത് പറയുന്നത്. ഓപ്ഷൻ എ. രണ്ടാമത്തത്, എ നെഗറ്റീവ് വോട്ട് വിച്ച് മീൻസ് ഐ ഫോർബിഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് വോട്ടിനാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. മൂന്നാമത്തത്, മോണിറ്ററി ബെനിഫിറ്റ്സ് ഗിവൻ ടു ദ പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ UNOയുടെ പെർമനൻറ്റ് മെമ്പേഴ്സ് നൽകുന്ന ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് വീറ്റോ പവർ എന്നാണ് ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത്.
ഓപ്ഷൻ ഡി, എ സ്പെഷ്യൽ പവർ എൻജോയ്ഡ് ബൈ ദ സെക്രട്ടറി ജനറൽ ഓഫ് ദ UNO. UNOയുടെ സെക്രട്ടറി ജനറൽ പെർഫോം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പവറാണ്. ഈ 4 ഓപ്ഷനും വായിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് ലാസ്റ്റ് കൊടുത്ത 2 ഓപ്ഷൻ. വീറ്റോ പവർ ഒരിക്കലും ഒരു മോണിറ്ററി പവർ അല്ല, നമുക്കറിയാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവറാണ്. അത് UN ജനറൽ സെക്രട്ടറിക്ക് മാത്രമുള്ള ഒരു പവറുമല്ല, നമുക്കറിയാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എയും ബിയും, ഇതിൽ ഏതാണ് റൈറ്റ് എന്നുള്ളതാണ്. എ സ്പെഷ്യൽ പവർ എൻജോയ്ഡ് ബൈ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ UN സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിൽ എല്ലാവർക്കുമുള്ള ഒരു സ്പെഷ്യൽ പവർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക അതൊരു നെഗറ്റീവ് വോട്ട്, വിച്ച് മീൻസ് ഐ ഫോർബിഡ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിറ്റോ പവർ എന്ന് പറഞ്ഞാൽ ഐ ഫോർബിഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനിയും ഒരു 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത പാർട്ടിൽ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.